ഇറങ്ങി ഓട്ടോറിക്ഷയും വിളിച്ച് അവിടെ ചെന്നിറങ്ങി അവിടെ കുറച്ചേരം നിന്നാ മനസ്സിലാവുന്നു സഹോദരങ്ങളെ. ഖുർആൻ വായിച്ച ഒരാൾക്ക് തോന്നൂല, കാരണം അത്രയും വ്യക്തമാണ് ഖുർആൻ. എത്ര സുന്ദരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് ഒരു കഥ പറയുന്ന പോലെ അള്ളാഹു പറയാണ്. എന്ത്? ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹീമൽ മുക്രമീൻ. മുഹമ്മദ് നബിയെ, ഇബ്രാഹിം നബിന്റെ വീട്ടിൽ വന്ന വിരുന്നേര വർത്തമാനം ഇവൽക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്ന. എന്തിനാണ് സഹോദരങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നത്? ആ പറഞ്ഞു കൊടുക്കണിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവൂലേ? കാര്യമില്ലാതെ ഖുർആൻ കഥ പറയുകയില്ലെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്തേ? ഇബ്രാഹിം നബി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഇബ്രാഹിം നബിന്റെ വീട്ടുവരാന്തയിലേക്ക് ഒരു കൂട്ടം മനുഷ്യന്മാരിങ്ങനെ വരുന്നു. അറിയാത്ത ആൾക്കാർ വന്നാ എന്താന്നാ വിചാരിക്കേണ്ടത്? വിരുന്നേരാന്നാ വിചാരിക്കുന്നത്. വിരുന്നേരാന്ന് വിചാരിച്ചു. ഇദ്ദഹലു അലൈഹി ഫഖാലു സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. അവരുടെ കയറി വന്നു, സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. ആതിഥ്യത്തിന്റെ മര്യാദയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് ആരാന്ന് ചോദിക്കുക. ആരാന്നൊക്കെ ചോദിച്ച് പാർട്ടി അത്യാവശ്യം നമ്മളോടൊക്കെ കിടക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പാർട്ടി, അത്യാവശ്യം എന്താണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വന്ന ആളാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു വെള്ളം കലക്കി കൊടുത്തുകാട് പറഞ്ഞേക്കാം. അങ്ങനെയുള്ള സമ്പ്രദായം. അറബിയുടെ സമ്പ്രദായം അതല്ല. ഏത് അതിഥി വന്നാലും പൂർണ്ണ മാന്യതയോടെ സ്വീകരിക്കും. ആരാന്ന് ചോദിക്കൂലാണ്. ആരാന്നും എന്തിനാന്നൊക്കെ ചോദിക്കണമെങ്കിൽ 2-3 ദിവസം കഴിയണം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരിക്കലും പരിചയമില്ല. ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. പരിചയമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ആൾക്കാരൊന്നും മനസ്സിലായില്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി. എന്നിട്ടോ ഫറാഗ ഇലാ അഹ്ലിഹി വജാഅ ബിഇജ്ലിൻ സമീൻ. റാഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഈ വന്ന വിരുന്നേര് അറിയാതെ ഉള്ളിക്ക് പോയതാണ്. ഏത്? ഇവർക്ക് വേണ്ടി വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും മൃഗങ്ങളെ അറുക്കുന്നതും ഒന്നും വിരുന്നേര് അറിയരുത്. ഓലെ അറിയാത്ത രൂപത്തിൽ അദ്ദേഹം മെല്ലെ ഉള്ളിൽ പോയി. എന്നിട്ട് നല്ല ഒരു പശുക്കുട്ടിനെ അറുത്ത് പൊരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു കൊടുത്തു. സഹോദരങ്ങളെ, ഭക്ഷിക്കുന്നു. നിങ്ങളെല്ലാം മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിന്റെ ആയിരക്കണക്കിന് മഖാമുകൾക്ക് മുമ്പിൽ തന്റെ മഫ്തയുടെ തല കൊണ്ട് കണ്ണീര് തുടച്ച്, അല്ലെങ്കിൽ ദർഗയിലെ പച്ചക്കൊടി കൊണ്ട് കണ്ണീര് തുടച്ചിട്ട് ആൾക്കാർ വേദനകൾ പറയുന്നുണ്ട്. ആ സാധുക്കൾ മുഴുവനും വിശ്വസിക്കുന്നു. മനസ്സിൽ പേറി വന്ന പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും മാറാപ്പുകളും ഭാണ്ഡങ്ങളും ഇതാ ഈ മഹാനവറുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരിച്ചു പോരുമ്പോൾ മനസ്സംതൃപ്തിയോടെ പോരാണ്. ഒക്കെ പരിഹരിക്കും. കാരണം അദ്ദേഹമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കാൻ പറയേണ്ടോടത്ത് പറഞ്ഞാണ് ഞാൻ വരുന്നത് എന്നുള്ള സമാധാനം. എന്നാ സഹോദരങ്ങളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് വന്ന ആളുകളെ മനസ്സിലാകാത്തോണ്ട് അദ്ദേഹം പശുവിനെ അറുത്തത്. അങ്ങനെ ഇറച്ചിക്ക് കൊണ്ടേ കൊടുത്തു നോക്കുമ്പോൾ തിന്നണില്ല. എന്താ തിന്നാത്തത്? അപ്പോഴാ പറയണെന്ന് തരൂ, ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകളാണ് ഞങ്ങൾ. മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ട് മലക്കാള് മനുഷ്യരുടെ രൂപത്തിൽ വന്നത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല? ആർക്ക് പറ്റിയില്ല? ഖലീലുള്ളാഹ്ക്ക് പറ്റിയില്ല. സഹോദരങ്ങൾ നോക്കിങ്ങൾ, ഈ ജനങ്ങളെ എന്തെങ്കിലും ഒന്ന് വായിക്കാനും പഠിക്കാനും അനുവദിക്കുമായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുന്ന ആരെങ്കിലും പോവോ സഹോദരങ്ങൾ? ഈ പരിപാടി ഏറ്റവും മിനിമം എന്താന്ന് വിചാരിച്ചാൽ ഈ കബറിങ്ങ പോണ അവസ്ഥയുള്ളൂ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായി ബിംബാരാധന അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇവിടെ വരാൻ പോവുകയാണ്. അതിന്റെ ഉത്തരവാദികൾ സഹോദരങ്ങളെ, ശിർക്കിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ, ഈ സത്യമായ സന്ദേശത്തെ ജനങ്ങൾ അറിയാതിരിക്കുവാൻ തെറ്റിദ്ധാരണകളും നുണകളും പറഞ്ഞു കൊടുത്ത് അവർ ജീവിക്കുന്നത് സത്യമാണെന്ന് അവരെ പഠിപ്പിച്ചവരാണ് ഉത്തരവാദികൾ. അള്ളാഹ് വെറുതെ വിടൂല സഹോദരങ്ങളെ. സത്യം പറഞ്ഞു കൊടുക്കുന്നവർക്ക് വേണ്ടി മാളങ്ങളിൽ കിടക്കുന്ന ഉറുമ്പുകൾ പോലും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ സത്യം മനസ്സിലാക്കിയിട്ടും ഏറ്റവും വലിയ സത്യങ്ങളെ മറച്ചു വെക്കുന്നവരെ മലക്കുകളും അല്ലാഹുവും സർവചരാചരങ്ങളും ശപിക്കും. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. വ്യക്തമായ വിശദീകരണങ്ങളും സന്മാർഗവും ജനങ്ങൾക്ക് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത ശേഷം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിൽ അള്ളാഹു ഖുർആനിൽ നോക്കി വായിച്ചാൽ തിരിയും. അക്കോലത്തിൽ അള്ളാഹു ഖുർആനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വേദഗ്രന്ഥങ്ങളെ ജനങ്ങളെ പഠിക്കാൻ വിടാത്ത ആളുകൾ, അത് മറച്ചു വെക്കുന്ന ആളുകൾ, ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അല്ലാഹ് ശപിക്കും. അല്ലാഹ് ശപിക്കാന്ന് പറഞ്ഞ ചെറിയ കാര്യം, മലക്കാൾ ശപിക്കുന്ന. സഹോദരങ്ങളെ, സത്യം ജനങ്ങൾക്ക് കിട്ടാതെ മറച്ചു വെക്കാം. എന്നിട്ട് ഇബ്രാഹിം നബിക്ക് മനസ്സിലായില്ല ഈ വന്ന ആൾക്കാർ മലക്കാളാണ്.
തിന്നാത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ലൂത്ത് നബിന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ കൂട്ടത്തില് താങ്കൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടെ പറഞ്ഞു പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോഴാണ് മനസ്സിലായത്. സഹോദരങ്ങളെ, അതൊക്കെ പോകട്ടെ. പ്രവാചകൻ തിരുമേനി നമുക്ക് ഒരു ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു കാര്യം അറിയാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ നിമിഷങ്ങൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ തന്നെ ആകാംക്ഷാഭരിതമായ ചരിത്രമാണ് പ്രവാചകന്റെ ചരിത്രത്തിന്റെ ആ ഭാഗം. നബിക്കിങ്ങനെ നാളെ വരാൻ പോണ ഒരു സംഗതി കിട്ട അറിയണം, അല്ലെങ്കിൽ ഇന്നലെ നടന്നുപോയൊരു കാര്യത്തിന്റെ വസ്തുത നബിക്ക് അറിയണം. അദൃശ്യത്തിന്റെ ഒരു കണിക അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയാൻ കഴിയുമായിരുന്നെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അറിയാൻ നബി ശ്രമിക്കുമായിരുന്നു. കാരണം നബി കുടുംബത്തിനെതിരെ ശക്തമായ ഒരു ആരോപണം, പ്രബോധന രംഗത്ത് പ്രവാചകനെ വറപ്പിച്ച് കളഞ്ഞ ഒരു ആരോപണമായിരുന്നു. എന്ത് കാര്യങ്ങള്? പ്രവാചക കുടുംബത്തിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു ആരോപണം. സൂറത്ത് നൂറിലുണ്ട് ആ സംഭവം, വായിക്കേണ്ടതാണ്. ഒക്കെ വായിച്ചാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. പ്രവാചകൻ ആഗ്രഹിച്ചു എന്ത്? തൽക്കാലം ആയിഷ ബീവിയിൽ നിന്ന് വിട്ടുനിന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിൽ നിന്നും വിരുന്നു പോയി, വാപ്പാന്റെ അടുത്തേക്ക് പോയി. എന്താ സംഭവം? മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു. ആയിഷ ബീവി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സംഘത്തു നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ഒരു സഹാബി അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും പേരിൽ വ്യഭിചാരാരോപണം ഉന്നയിച്ചു. ആലോചിച്ചു കണിങ്ങൾ, ഒരു പ്രവാചകൻ എന്ന നിലക്കുള്ള അവസ്ഥ ചിന്തിക്കും. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്താ ചെയ്യാം? ചിന്തിക്കാൻ പറ്റും. അപ്പൊ നബിക്കത് അറിയണം. ഏത്? അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. സഹോദരങ്ങളെ, കറാമത്തുകളുള്ള അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷികളായ ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പോലും അതറിയാൻ പറ്റുമെങ്കിൽ പ്രവാചകനായി ജീവിച്ചിരിക്കുന്ന നബിക്ക് അതറിയാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടായി. ഒരിക്കലും ആയിഷ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരല്പം പോലും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. ആയിഷ ബീവി കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ട് ആയിഷ ബീവിയെ ഒളുവെടുത്തു പോകുന്ന സന്ദർഭത്തിൽ പോലും ചുംബിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ വായിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശുഷ്കിച്ച് അല്ലെങ്കിൽ തന്നെ ഒരു മെലിഞ്ഞ സ്ത്രീ ആയിരുന്നു അവർ. അങ്ങനെ ആകെ അവശയായി വരുമ്പോൾ വാതിൽപ്പടികളിൽ കൈകുത്തി നബി ചോദിക്കും, എന്തുണ്ട് ആയിഷ വർത്തമാനം എന്ന് ഒരു ചോദ്യം ചോദിച്ച് പ്രവാചകൻ തിരികെ നടന്നു പോരുമായിരുന്നു. സഹോദരങ്ങളെ, വഹിയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് വരെ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് ഖാത്തമുൻ നബിയ്യനായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി അറിഞ്ഞില്ല മുഅ്മിനീങ്ങളെ. എന്നിട്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ നമ്മുടെ മറഞ്ഞ കാര്യങ്ങളും നമ്മുടെ വേദനകളും വിഷമങ്ങളും ആഭരണം പോയതും മോഷ്ടിച്ചതൊക്കെ അറിയാം. വായിക്കാനും പഠിക്കാനും. സഹോദരങ്ങൾ, ഇതൊന്നും വേണ്ട. ഇവിടെ ഖുർആൻ വായിച്ചില്ലെങ്കിൽ കഥാപ്രസംഗം കേൾക്കില്ല നമ്മൾ ആൾക്കാർ, അല്ലേ? ഖുർആന്റെ ആയത്തൊന്നുമില്ലെങ്കിൽ കഥാപ്രസംഗം കേൾക്കും. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യം ഏത്? 10-25 കൊല്ലം ഖുർആനും ഹദീസൊക്കെ ഓതി പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ കണ്ടെത്തിയ മാർഗമാണ് എന്തെങ്കിൽ കഥാപ്രസംഗം. കഥ പറയാ, 2-3 അപ്പത്തെ ആളുകൾ സംഗീതങ്ങൾ ഉപയോഗിച്ചിട്ട് പാട്ട് പാടുക. സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ് ഖുർആന്റെ വചനങ്ങൾ. അതിങ്ങനെ ഓതി അർത്ഥം പറഞ്ഞാൽ അതിനേക്കാളും മധുരകരമാണോ ഇത്? അതിനേക്കാളും ആളുകൾക്ക് സന്മാർഗം കിട്ടുന്നതാണോ ഇതൊക്കെ? എന്നിട്ട് എന്താ കഥാപ്രസംഗത്തിൽ എന്താ പറയല്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കിസ്സ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കിസ്സ പറയുന്നവർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കിസ്സയിലെ അള്ളാഹു പറഞ്ഞ മഹത്തായ ഗുണപാഠങ്ങളെ പലപ്പോഴും പല ആളുകളും വിശദീകരിക്കാറില്ല. തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭക്തി കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അള്ളാഹുവിന്റെ